സയ്യിദനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരനാണ് അബൂ ലഹബ് മുത്താപ്പ. പലപ്പോഴും പല രൂപത്തിലും ഹബീബായ തങ്ങളെ വേദനിപ്പിച്ച പ്രയാസപ്പെടുത്തിയ ഒരു ചങ്ങാതിയാണ്. എത്രത്തോളം പറഞ്ഞാൽ മക്കയുടെ അങ്ങാടിയിലോ അല്ലെങ്കിൽ മക്കയുടെ തെരുവുകളിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കുറച്ച് ആളുകൾക്ക് ദീന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ, തങ്ങളുടെ മുന്നിൽ കുറച്ച് ആളുകൾ വന്ന് കൂടിയാൽ ആ സദസ്സിലേക്ക് കടന്നു വന്ന് ബാക്കിൽ നിന്നിട്ട് കല്ലെറിഞ്ഞിട്ട് ആളുകളെ ഓടിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അതുപോലെ ദീന് കേൾക്കാൻ വേണ്ടി വന്ന ആളുകളെ കല്ലെറിഞ്ഞിട്ട് ഓടിക്കുന്ന ആളായിരുന്നു. അത്രത്തോളം ഇസ്ലാമിനോടും ഹബീബായ തങ്ങളോടും അല്ലാഹുവിനോടും വെറുപ്പും പ്രകടനമാക്കിയ ഒരു കൂട്ടുകാരനാണ് അബൂ ലഹബ്. എന്ത് ചെയ്താലും ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, മുത്താപ്പനൊന്ന് ഇസ്ലാമിലേക്ക് എടുക്കണം. അതാന്റെ പേര് എന്നാലും മനസ്സിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹം, അബൂ ലഹബിനെ ഒന്ന് ഇസ്ലാമിലേക്ക് ഒരു മുസ്ലിം ആക്കണം എന്ന ഒരു ആഗ്രഹം. അങ്ങനെ പലപ്പോഴും രാത്രി സമയത്ത് മൂത്താപ്പ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുമ്പോ ആ വീട്ടിലേക്ക് കയറി ചെല്ലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിന്? ദഅവത്ത് ചെയ്യാനാണ്. അബൂ ലഹബിനെ ഇസ്ലാമിലേക്ക് വിളിക്കാനും ഇസ്ലാമിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും. ഒരു സന്ദർഭം ഹബീബായ തങ്ങൾ മൂത്താപ്പന്റെ അടുത്ത് പോയി, രാത്രി പോയതാണ്. പോയിട്ട് മൂത്താപ്പനെ ഇസ്ലാമിലേക്ക് വിളിച്ചു. മൂത്താപ്പ, നിങ്ങൾ നല്ല മനുഷ്യനാണ്, നിങ്ങൾ നല്ല വ്യക്തിത്വമാണ്, നല്ല മനസ്സാണ് നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നാൽ ഒരുപാട് നേട്ടങ്ങൾ, മുസ്ലിമീങ്ങൾക്കും ഇസ്ലാമിന് ഒരുപാട് നേട്ടം ഉണ്ടാവും, അതുകൊണ്ട് നിങ്ങൾ വരണമെന്ന് ക്ഷണിച്ചു. അപ്പോ അബൂ ലഹബിന്റെ വീടിന്റെ ഒരു ഭാഗത്ത് ഒരു ആടിന്റെ ഒരു കൂട്, ആട് മക്കൾക്കൊക്കെയും ധാരാളം ആടുകൾ ഉണ്ടായിരുന്നു. അപ്പോ ആടിന്റെ കൂട്, അപ്പൊ അബൂ ലഹബ് ആ ഭാഗത്തിലേക്ക് കൈകാണിച്ചുകൊണ്ട് പറഞ്ഞു, മുഹമ്മദ്, എന്റെ ആടിന്റെ കുട്ടി നിന്നെ കൊണ്ട് വിശ്വസിച്ചാൽ ഞാൻ നിന്നെ കൊണ്ട് വിശ്വസിക്കാം, എന്റെ ആട് നിന്നെ കൊണ്ട് വിശ്വസിച്ചാൽ നിന്നെ കൊണ്ട് ഞാൻ വിശ്വസിക്കാതെ പറഞ്ഞു. ഇത് ആഗ്രഹം ഉണ്ടായി പറഞ്ഞാൽ എല്ലാവരും നടക്കാത്ത വിഷയല്ലേ, ആടൊക്കെ വിശ്വസിക്കോ? അപ്പൊ അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. നേരെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ആടിന്റെ അടുത്ത് പോയിട്ട് ആടിനോട് ഹബീബായ തങ്ങൾ ചോദിച്ചു, മൻ അനാന്ന് ചോദിച്ചു. ഞാൻ ആരാണ് ചോദിക്കുന്നത് ആടിനോട്. മൻ അന, ഞാൻ ആരാണ് എന്ന് ആടിനോട് ചോദിച്ചു. അല്ലാഹുവിന്റെ മുദ്രത്തല്ലേ ആട് അതിന്റെ മറുപടി മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആട് പറഞ്ഞു, അൻത റസൂലുള്ളാഹ്, അൻത റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലാ. അബൂ ലഹബ് കേട്ട് നിൽക്കാൻ. എന്നിട്ട് ആട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഒരു മനുഷ്യൻ വിളിച്ചു പറയുന്നത് പോലെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു മനുഷ്യൻ പറയുന്നത് പോലെ ഷഹാദത്ത് കലിമ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അബൂ ലഹബ് എന്താ പറയുക? ആട് വിശ്വസിച്ചാൽ ഞാൻ വിശ്വസിക്കാം. അപ്പൊ ആട് ഷഹാദത്ത് കലിമ പറയാം. അബൂ ലഹബിന്റെ ആലുമായി ഞാൻ ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുത്ത് ഞാൻ പോറ്റുന്ന എന്റെ ആട് മുഹമ്മദിനെ കൊണ്ട് വിശ്വസിക്കുകയാണോ? അങ്ങനെ ചൊടി കൊണ്ട് അബൂ ലഹബ് ചെയ്ത പണി എന്തറിയോ? അബൂ ലഹബ് പറയുന്നത് അബൂ ലഹബ് ചെയ്ത പണി എന്തറിയോ? അബൂ ലഹബ് പോയി ആ ആടിനെ രണ്ട് കൈ കൊണ്ട് പൊടിച്ചു വെച്ച്, എന്നിട്ടോ അവന്റെ കാല് കൊണ്ട് ആടിന്റെ രണ്ട് കൈനെ തച്ചു പൊടിച്ചു. രണ്ട് കൈ കൊണ്ട് ആടിന്റെ കാല് പൊടിച്ചു, എന്നിട്ട് ആ ആടിന്റെ കാലിനെ തച്ചു പൊടിച്ചു അബൂ ലഹബ്. ഇതുകൊണ്ടാണ് അല്ലാഹു തആല ഇറക്കിയത് തബ്ബത് യദാ അബീ ലഹബ്. ആടിന്റെ കാല് പൊടിക്കാൻ വേണ്ടി ഉപയോഗിച്ച അബൂ ലഹബിന്റെ രണ്ട് കൈയും അത് നശിച്ചു പോകട്ടെ. ഇതാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞ ഒരു വ്യാഖ്യാനം. തബ്ബത് യദാ അബീ ലഹബ്, അബൂ ലഹബിന്റെ രണ്ട് കൈകളും അത് പൊടിഞ്ഞു പോകട്ടെ, അത് നശിച്ചു പോകട്ടെ. എന്റെ കാരണം ഈ രണ്ട് കൈ കൊണ്ട് ഷഹാദത്ത് കലിമ ചൊല്ലിയ ആടിന്റെ കാല് തച്ചു പൊടിക്കാൻ ഉപയോഗിച്ച രണ്ട് കൈയാണ്. ഒരു കൈ കൊണ്ട് പിടിച്ചാൽ പറ്റൂല, രണ്ട് കൈ കൊണ്ട് പിടിച്ച് എന്നിട്ട് അതിനെ തച്ചു പിടിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അല്ലാഹു തആല ആയത്തിറക്കിയതാണ് തബ്ബത് യദാ അബീ ലഹബ്. ഇതൊരു അഭിപ്രായം, മുഫസ്സിരീങ്ങളുടെ ഒരു അഭിപ്രായം. ഏതായാലും അബൂ ലഹബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചങ്ങായന്നെ, എല്ലാ ഫിത്നയുടെയും എല്ലാ അക്രമങ്ങളുടെയും സ്വാഹിബായിരുന്നു അബൂ ലഹബ്. അതുകൊണ്ടാണ് വ്യക്തമായി അന്ന് ഇറക്കിയ ഖുർആനാണ്. ഏകദേശം 14 നൂറ്റാണ്ടായി നമ്മൾ ഇന്നും അബൂ ലഹബിനെ ശ്രമിക്കാണ്. ഇന്ന് ഓതുന്ന ആളുകൾ, എനിക്ക് ഖിയാമത്ത് നാൾ വരെ വരുന്ന ആളുകളും ഈ സൂറത്ത് ഓതുമ്പോൾ തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് ശ്രമിച്ചുകൊണ്ട് ഓതുകയാണ്. ഇതിന്റെ കാരണം അവൻ ചെയ്ത അത്രയും വലിയ അക്രമമായിരുന്നു. എല്ലാവരുടെ ഇസ്ലാം അത് മനസ്സിലാക്കിയ ആളുകൾ
ആളുകൾ പോലും മൃഗങ്ങൾ പോലും ഹബീബായ ഞങ്ങളെ മനസ്സിലാക്കി എന്ന് വെച്ചാൽ ഹബീബായ തങ്ങളെ ഒരു റസൂലായി ഒരു പ്രവാചകനായി അംഗീകരിച്ചു എന്നതാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും ഹബീബായ തങ്ങൾ വേണ്ടതുപോലെ മനസ്സിലാക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും ഹബീബിനെ ഹബീബായി മനസ്സിലാക്കി അവിടുന്ന് പഠിപ്പിച്ച സുന്നത്തുകൾ അവിടുന്ന് പഠിപ്പിച്ച ദീൻ അത് മുറുകെ പിടിച്ച് മരണം വരെ കൊണ്ടു നടക്കാൻ നമുക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. ഖുർആൻ റബ്ബേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഖൽബിനെ നീ ഒരു പ്രകാശമാക്കി തരണേ അല്ലാഹ്. നാളെ ഖബറിലെത്തിയാൽ ഇരുട്ടത്തിൽ കിടക്കുന്ന ആ ഖബറിൽ ഖുർആൻ നമുക്കൊരു വെളിച്ചമായി എത്തിച്ചു തരണേ അല്ലാഹ്. സിറാത്തിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോൾ ഇരുട്ടുള്ള ഭാരമാണ്, വെളിച്ചമില്ലാത്ത ഭാരം. ആ ഭാരത്തിന്റെ മുകളിൽ ഞങ്ങൾ ഓതുന്ന ഖുർആൻ നമുക്കൊരു വെളിച്ചമായി ആ ഭാരത്തിൽ നീ എത്തിച്ചു തരണേ അല്ലാഹ്. പടച്ചവനെ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് പഠിപ്പിച്ച ഓതിത്തന്ന സർവ്വകാര്യങ്ങളും ചെയ്യേണ്ടത് ചെയ്യാനും ചെയ്യാത്തത് ചെയ്യരുതെന്ന് പറഞ്ഞത് ചെയ്യാതെ ജീവിക്കാനും ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ ഖുർആനിന്റെ കറാമത്തോട് അല്ലാഹ് നമ്മുടെ വീട്ടുകാർ, നാട്ടുകാർ, കുടുംബങ്ങൾ, സ്നേഹിതന്മാർ ഞങ്ങളുമായി വസിയത്ത് ചെയ്തവരുടെ സർവ്വ രോഗങ്ങളും നീ മാറ്റിത്തരണേ അല്ലാഹ്. ഇത്തരം ആളുകൾ പലവിധ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നു അല്ലാഹ്. യാ റബ്ബേ അവർക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ആരോഗ്യം നൽകണേ അല്ലാഹ്. നമുക്ക് നീ തന്ന ആഫിയത്ത് അത് മരണം വരെ നീ നിലനിർത്തണേ അല്ലാഹ്. നമ്മുടെ മഹീഷത്തിന്റെ വഴിയിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നമ്മുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. നമ്മുടെ വീടുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. റബ്ബേ നമ്മുടെ കയ്യിൽ നീ എന്തെല്ലാം ഏൽപ്പിച്ചതുണ്ടോ മുഴുവനും നീ ഏൽപ്പിച്ചതാണല്ലോ അല്ലാഹ്. ഒന്നുമില്ലാതെ ഒമാന്റെ വയറ്റിൽ നിന്ന് ഇറങ്ങി വന്ന ഞങ്ങൾ അവസാനമായി പോകുമ്പോഴും ഒന്നുമില്ലാതെ പോകേണ്ടവർ അതിന്റെ ഇടയിൽ ഞങ്ങൾ ആസ്വദിക്കുന്നതും കൊണ്ടു നടക്കുന്നതും എല്ലാം നീ തന്നതാണോ ഉണ്ട്. അതിലൊക്കെ നീ വലിയ ബറക്കത്ത് നൽകണേ അല്ലാഹ്. ഖൈർ നൽകണേ അല്ലാഹ്. സന്തോഷം നൽകണേ അല്ലാഹ്. എത്ര ആളുകളാണ് നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയത്. പടച്ചവനെ നമ്മുടെ ഉമ്മമാരും ജ്യേഷ്ഠാനുജന്മാരും അല്ലാഹുവേ നമ്മുടെ അയൽവാസികളിൽ നാട്ടുകാരും നമ്മുടെ ഉസ്താദന്മാരും അങ്ങനെ പലരും അല്ലാഹ് അടുത്ത് മരിച്ചു നമ്മുടെ അതുപോലെ സൈലാന്റെ പേരുള്ള ആ സഹോദരി അല്ലാഹ് അങ്ങനെ ഒരുപാട് ആളുകൾ അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. അവർക്ക് നീ പൊറുക്കണേ അല്ലാഹ്. നമ്മുടെ ഈ ക്ലാസ് നമ്മുടെ ഇൽമിന്റെ മജ്‌ലിസിന്റെ ഒരു സവാബ് അവരിലേക്ക് മുഴുവനും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അത് കാരണമായി അവർ ജീവിതം യവാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. صلى الله على